പശ്ചിമേഷ്യൻ യുദ്ധം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് വ്യാപിച്ചു. മിഡിൽ ഈസ്റ്റിൽ ഈ പറയുന്ന സൗദി അറേബ്യ, ഖത്തർ, ബഹ്റിൻ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം നേരെ ഇറാൻ്റെ ആക്രമണം ഉണ്ടായി. അതിന് ഇറാൻ പറഞ്ഞ ന്യായമെന്ന് പറയുന്നത് അമേരിക്കയുടെ സൈനിക താവളങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നു, അവർക്ക് നേരെയാണ് ഞങ്ങൾ ആക്രമിച്ചത്, അല്ലാതെ ഗൾഫ് രാജ്യങ്ങളെ അല്ല എന്ന് പറയുന്നു. പക്ഷേ നമുക്ക് മനസ്സിലായി മൊജ്തബ ഖമനൈ വന്നതിന് ശേഷം, അതായത് അയത്തുള്ള അലി ഖമനയുടെ മകൻ വന്നതിന് ശേഷവും ഈ ആക്രമണം അവിടെ തുടരുന്നു എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകിയ പ്രൊട്ടക്ഷനൊന്നും ഫലപ്രദമാകുന്നില്ല എന്നർത്ഥമുണ്ട്. ഇത്രയും കാലം ഈ അമേരിക്കയുടെ തന്നെ ചില റഡാർ സംവിധാനങ്ങൾ, താഡ് പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളെ ചുറ്റിവളഞ്ഞത്. പക്ഷേ ഈ യുദ്ധം വന്നപ്പോൾ ഒരു കാര്യം ഗൾഫ് രാജ്യങ്ങൾക്ക് മനസ്സിലായി, അമേരിക്ക അവശ്യഘട്ടത്തിൽ തങ്ങൾക്ക് ഉപയോഗപ്പെടില്ല. അങ്ങനെ ഈ രാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയെ സമീപിക്കുന്നു. അതായത് ഇന്ത്യയുടെ വജ്രായുധം എന്നറിയപ്പെടുന്ന ബ്രഹ്മോസ് മിസൈൽ വേണം, ഇതാണ് ആവശ്യം. കാരണം ഒരു നിർണായക ഘട്ടത്തിൽ ഏതെങ്കിലും രാജ്യം ഈ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചാൽ അവിടെ നിന്ന് ബ്രഹ്മോസ് പോലെയുള്ള മിസൈൽ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് അവരെ പ്രതിരോധിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആക്രമിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യ ഏഷ്യ മുതൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് വരെ ഈ ബ്രഹ്മോസ് മിസൈൽ നൽകേണ്ട ഒരവസ്ഥ ഉണ്ട്. അങ്ങനെ നൽകിയാൽ ഈ ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു 500 കോടി രൂപയുടെ നേട്ടമുണ്ടാകും. നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട് ആകാശ്, ഏതാണ്ട് S-400 എന്ന് പറയുന്ന റഷ്യയുടെ വ്യോമ പ്രതിരോധത്തിന് സമാനമാണ്, എന്നാൽ താരതമ്യേന ചെലവ് കുറഞ്ഞതുമാണ്. അപ്പം ഇന്ത്യൻ ആയുധങ്ങൾക്ക്, ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഗൾഫ് കൺട്രീസിലുമൊക്കെ വലിയ സ്വീകാര്യത വരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? കുറച്ച് നാളുകളായിട്ട് ജിയോ പൊളിറ്റിക്കൽ മേഖലയിൽ നമ്മൾ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇന്ത്യ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് പല കാര്യങ്ങളിലുമായിട്ട്. നമുക്ക് ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യക്കുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് എണ്ണയില്ല എന്നുള്ളതാണ്. എണ്ണയുണ്ടായിരുന്ന ഈ അമേരിക്ക ഇന്ത്യയെ ആക്രമിക്കുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എണ്ണയില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ കുറേ കൂടെയൊക്കെ ഇവരുടെ അക്രമത്തിന് ലക്ഷ്യമില്ലാത്ത, ടാർഗറ്റ് ചെയ്യപ്പെടാത്ത ഒരു പ്രദേശമായിട്ട് മാറുന്നു. അത് ഒരു വശം നമുക്ക് വളരെ മെച്ചപ്പെട്ട ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ കുറേ കാലമായിട്ട് പലതരത്തിലുള്ള ആയുധങ്ങൾ നിർമ്മിക്കുകയും ആ ആയുധങ്ങൾ നിർമ്മിക്കുന്ന സമയത്ത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ആയുധങ്ങൾ എന്ന നിലക്ക് മാത്രമല്ല അപ്പോൾ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് അതെങ്ങനെ വിൽപ്പന നടത്താം എന്നുവെച്ചാൽ എൻ്റെ അർത്ഥം ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യ നേരത്തെ ഈ ചേരിചേരാ രാഷ്ട്രങ്ങളുടെ നേതാവെന്ന നിലക്കൊക്കെ പരിശോധിക്കുന്ന സമയത്തും പ്രവർത്തിക്കുന്ന സമയത്തും നമുക്ക് ആയുധ കച്ചവടത്തിൽ ഒരു പങ്കാളിത്തം വേണം എന്നൊരിക്കലും നമ്മൾ കരുതിയിരുന്നില്ല. കാരണം നമ്മൾ ആയുധങ്ങൾ നിർമ്മിച്ച് വിൽപ്പന നടത്തി അമേരിക്കയെ പോലെ ഒരു ആയുധ കച്ചവടക്കാരായി മാറണം എന്ന് ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ കാലം മാറിക്കഴിഞ്ഞപ്പോൾ അത്തരം നിലപാടുകളല്ല ശരി എന്ന് തിരിച്ചറിയുകയും ഇന്ന് ആയുധ കച്ചവടത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്കാളിയെ നമ്മൾ മാറേണ്ടതുണ്ട് എന്ന് നമുക്ക് തോന്നുകയും അതിനുള്ള ശ്രമം നമ്മൾ ആരംഭിക്കുകയും ചെയ്യുന്നതാണ്. നമുക്കിതിനൊക്കെ പല ഘട്ടങ്ങളിലും സഹായമായിട്ടുള്ള റഷ്യയുടെ സാങ്കേതികവിദ്യ. ആ റഷ്യയുടെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നമ്മൾ രൂപപ്പെടുത്തുന്ന, അതായത് സാങ്കേതികവിദ്യ കൈമാറിക്കഴിഞ്ഞാൽ ആ സാങ്കേതികവിദ്യയെ നമ്മൾ ഒന്ന് ഇന്ത്യനൈസ് ചെയ്യും, മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന തരത്തിൽ അതിനൊന്ന് മാറ്റി കഴിയുമ്പോഴേക്കും അത് കുറച്ചും കൂടി മെച്ചപ്പെട്ടതായി മാറിത്തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ അയൺ ഡോമിന് സമാനമായ അതിനേക്കാൾ കരുത്തുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നിർമ്മിച്ചിട്ട് ഈ പാകിസ്ഥാനും നമ്മളുള്ള യുദ്ധത്തിൻ്റെ കാലത്താണ് നമുക്കത് പ്രയോഗിക്കാനായിട്ട് കഴിഞ്ഞു. ബ്രഹ്മോസ് മിസൈലൊക്കെ എത്ര ഷാർപ്പായി, എത്ര പ്രിസിഷനോടുകൂടി, കൃത്യതയോടുകൂടി ശത്രുവിനെ ടാർഗറ്റ് ചെയ്യുന്ന ഇടങ്ങളിൽ ചെന്ന് വീഴും എന്ന് നമ്മൾ തെളിയിച്ചാണ് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോകത്തിന് നമ്മളുടെ ആയുധങ്ങളുടെ ശക്തി, അതോടൊപ്പം തന്നെ അതിൻ്റെ കൃത്യത, ആയുധങ്ങൾക്ക് രണ്ടും ആവശ്യമാണ്. പ്രിസിഷൻ കൃത്യമായിട്ടുണ്ടായിരിക്കണം, അതോടൊപ്പം തന്നെ അതിൻ്റെ സ്ഫോടനശേഷി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഇത് രണ്ടും ഒരുമിച്ച് ചേരുന്ന സമയത്താണ് ഒരായുധം മാരകായുധമായി മാറിത്തീരുന്നത്. ബ്രഹ്മോസ് അങ്ങനെ മാരകായുധമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് കണ്ടിട്ടാണ് ഈ ഏഷ്യയിലെ പല രാഷ്ട്രങ്ങളും അതേപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളുമൊക്കെ നമ്മളുടെ ബ്രഹ്മോസ് മിസൈലിൻ്റെ വലിയ ആവശ്യക്കാരായിട്ട് മാറിക്കഴിഞ്ഞ് അവരത് പലരും ഓർഡർ നൽകുകയും നമ്മളതിൻ്റെ വിൽപ്പന നടത്തുകയൊക്കെ ചെയ്തിരിക്കും. ഇപ്പോൾ വന്നിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമാണ്. കാരണം ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം പൊതുവെ വിശ്വസിച്ചിരുന്നത് തങ്ങളുടെ എണ്ണ വിറ്റുണ്ടാക്കുന്ന പണത്തിൻ്റെ ഒരു ഭാഗം അമേരിക്കയ്ക്ക് കൊടുത്താൽ തങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ കഴിയും എന്നായിരുന്നു. ആ വിശ്വാസം അത് തകർന്ന് തരിപ്പണമായ ഒരു ദിവസങ്ങളാണ് കഴിഞ്ഞുപോയ ദിവസങ്ങളെന്ന് പറയും. നിരന്തരമായിട്ട് ഇറാൻ ഗൾഫ് രാഷ്ട്രങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ പാർപ്പിട മേഖലകളിലോ അതേപോലെ തന്നെ
ജനസാന്ദ്രമായിട്ടുള്ള പ്രദേശങ്ങളിലും അല്ല ആക്രമണം. അവരെ സുരക്ഷിതമായിട്ട് നിർത്തിക്കൊണ്ട് തന്നെയാണ്. കാരണം തങ്ങളുടെ സഹോദരങ്ങളാണവർ എന്ന നിലക്ക് തന്നെയാണ് ഇറാൻ അവിടെ സമീപനം നടത്തുന്നത്. പക്ഷേ ഇറാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അമേരിക്കൻ താവളങ്ങളോ സൈനിക താവളങ്ങളോ മുഴുവൻ അടിച്ചിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പല സ്ഥലത്തും മാരകമായിട്ടുള്ള പരിക്ക് അമേരിക്കൻ സൈനിക താവളങ്ങൾക്കുണ്ടായിട്ടുണ്ട്. പലരും മരിക്കുകയും ചെയ്തിട്ടുണ്ട് സൈനികർ. ഒപ്പം ഈ ഗൾഫ് രാഷ്ട്രങ്ങളുടെ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് വിമാനത്താവളം, അതേപോലെ തന്നെ വലിയ വലിയ ഹോട്ടലുകൾ, ഇതൊന്നും സുരക്ഷിതമല്ല എന്ന് അവരെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇന്നൊരെണ്ണം പൊട്ടും, 2-3 ദിവസത്തേക്ക് നിശബ്ദമായിരിക്കും, അത് കഴിഞ്ഞ് വേറൊരു ദിവസം പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്വസ്ഥതയുമില്ല ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം. അവരപ്പോൾ ആലോചിച്ച കാര്യം, എന്തിനാണ് തങ്ങൾ ഈ അമേരിക്കയ്ക്ക് ഈ പണം കൊടുത്ത് ഈ വയ്യാവേലി വലിച്ചു വെക്കുന്നത്? അമേരിക്കയേക്കാൾ മികച്ചതായ ആയുധങ്ങൾ നൽകാൻ ഇന്ത്യയെപ്പോലെയുള്ള സൗഹൃദ രാഷ്ട്രങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് വാങ്ങിയ പോരെ എന്ന ചിന്തയാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഈ ആയുധ കച്ചവടത്തിന് വേണ്ടിയിട്ട് അവരെത്തിച്ചേരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസ്, അതായത് പാകിസ്ഥാൻ്റെ എയർബേസ് ആണ്, പക്ഷേ അമേരിക്കയാണ് അതിനകത്ത് പിന്തുണ നൽകിയെന്നൊക്കെ കേട്ടത്. അന്ന് ഇന്ത്യക്കെതിരെ വേണമെങ്കിൽ ആണവായുധം വരെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഈ നൂർഖാൻ എയർബേസ് ഉൾപ്പെടെ തകർത്തത് നമ്മുടെ ബ്രഹ്മോസ് മിസൈലായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രഹരശേഷി എന്ന് പറയുന്നത് അവർക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിട്ട് മാറി. പിന്നീട് ഇതിൻ്റെ ശക്തി കണ്ടുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെടുത്ത് ആദ്യം ഇന്തോനേഷ്യയാണ്, ഇന്തോനേഷ്യ അല്ല, ഈ പറഞ്ഞ ഫിലിപ്പൈൻസാണ് തങ്ങളുടെ തീരസംരക്ഷണത്തിന് ആവശ്യമായിട്ട് ബ്രഹ്മോസ് മിസൈൽ വേണമെന്ന് ആവശ്യപ്പെട്ടത്. അന്ന് അവരുമായിട്ട് നമ്മളൊരു 37.5 കോടി രൂപയുടെ കരാർ ഏർപ്പെട്ടു. എന്നിട്ട് അവരുമായിട്ടുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രഹ്മോസ് മിസൈൽ നൽകി. ഇത് കണ്ടിട്ട് പിന്നീട് ഇന്തോനേഷ്യ നമ്മളെടുത്ത് ഇതേ ആവശ്യമായിട്ട് വന്നു. അത് കഴിഞ്ഞ് വിയറ്റ്നാം വന്നു. വിയറ്റ്നാമുമായിട്ട് നമ്മൾ ഏതാണ്ട് 70 കോടി രൂപയുടെ ഒരു കരാറിലേക്ക് പോകുന്നു. ഇന്തോനേഷ്യയുമായിട്ടുള്ള കരാർ ഏതാണ്ട് അവസാന ഘട്ടത്തിലും എത്തി. ചുരുക്കം പറഞ്ഞാൽ ഈ രാജ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇപ്പം ബ്രസീൽ, ചിലി, അർജൻറ്റീന തുടങ്ങിയ രാജ്യങ്ങൾ കൂടി വരുന്നു. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഈ നമ്മുടെ മിസൈലുകളുടെ ശക്തി മനസ്സിലാക്കി. കൂടാതെ സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങൾ മനസ്സിലാക്കുകയാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രഹരശേഷിയുണ്ട്. ഇപ്പോൾ നാഗ്പൂരിലെ നമ്മുടെ ബ്രഹ്മോസ് എയർ സ്പേസിൽ ഒരു വർഷം 100 ബ്രഹ്മോസ് മിസൈലുകൾ വരെ നിർമ്മിക്കാൻ സാധിക്കുമെന്നുള്ള രീതിയിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ സുഖോയ് 30 MKM ഇതിൽ തന്നെ ബ്രഹ്മോസ് ഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ മാറി. അപ്പം മലേഷ്യയ്ക്കും ഇത്തരത്തിലുള്ള ചില മിസൈലുകൾ വേണമെന്ന് പറഞ്ഞിട്ടൊരു ആവശ്യം വരുന്നുണ്ട്. ഇതിൻ്റെ പരിധി എന്ന് പറയുന്നത് ദൂരപരിധി നിലവിൽ 290 ഇത് 400 വരെ ഉയർത്താൻ കഴിയുമെന്ന് നമ്മൾ പരീക്ഷണത്തിലൂടെ തെളിയിച്ചു. അതിൻ്റെ മാക്സിമം പരിധി ഇനിയും വർദ്ധിപ്പിച്ചാൽ 800 വരെ ആക്കി മാറ്റാം. അപ്പം എത്ര ദൂരം വരെ ചെന്ന് ആക്രമിക്കാനും ഈ മിസൈലുകൾക്ക് കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ബ്രഹ്മോസ് 2 ഹൈപ്പർസോണിക് മിസൈലുകളും നമ്മൾ നിർമ്മിക്കും. 2026-27 അവസാനത്തോടുകൂടി ഈ ബ്രഹ്മോസ് ഹൈപ്പർസോണിക് മിസൈലിൻ്റെ പരീക്ഷണവും നമ്മൾ നടത്തും. അപ്പോൾ ബ്രഹ്മോസ് മിസൈലാണ് അമേരിക്കൻ ആയുധങ്ങളെക്കാൾ കൂടുതൽ ഫലപ്രദമെന്ന് ഗൾഫ് രാജ്യങ്ങളും തിരിച്ചറിയുന്നു. ഇപ്പോൾ അവർക്ക് മനസ്സിലായത് പശ്ചിമേഷ്യൻ യുദ്ധം വരുന്നു, ഈ യുദ്ധത്തിൽ തങ്ങളൊരു യാതൊരു വിധത്തിലും പങ്കുവഹിക്കുന്നില്ല, എന്നിട്ടുകൂടി ഇറാൻ കയറി ആക്രമിക്കുന്നു, അമേരിക്കയ്ക്ക് ഈ ബേസുകൾ ഉപയോഗിക്കരുതെന്ന് ഈ രാജ്യങ്ങൾ നിർദ്ദേശം നൽകി. അപ്പോൾ ഒരു കാര്യവുമില്ലാതെ തങ്ങൾ പല രാജ്യങ്ങളുടെയും ആക്രമണം നേരിടേണ്ടി വരുമെന്ന് ഇവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടായിരിക്കാം ഇന്ത്യയുടെ ഈ മിസൈൽ വേണമെന്ന് പറയുന്നത്. മാത്രമല്ല നമ്മൾ പാകിസ്ഥാൻ്റെ ആക്രമണത്തെ, പാകിസ്ഥാന് തുർക്കിയും ചൈനയും ഒക്കെ കൊടുത്ത ഈ ഡ്രോണും മിസൈലും ഒക്കെ ഉണ്ട്, അതിനെ തകർത്തത് നമ്മുടെ ഈ ആകാശ് പോലെയുള്ള പ്രതിരോധ സംവിധാനമാണ്. ഇപ്പോൾ S-400 പോലെയുള്ള റഷ്യ നൽകിയ പ്രതിരോധ സംവിധാനം എക്സ്പെൻസീവാണ്. അപ്പോൾ ഒരു മിസൈലിനെ അല്ലെങ്കിൽ ഒരു ഡ്രോണിനെയൊക്കെ തകർക്കാനായിട്ട് അതിൻ്റെ 4 ഇരട്ടി ചിലവ് നമ്മൾ വഹിക്കണം. പക്ഷേ ആകാശ് അങ്ങനെയല്ല, കുറച്ചുകൂടി താരതമ്യേന ചിലവ് കുറഞ്ഞ് തദ്ദേശീയമായി നിർമ്മിച്ചാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനമാണ് അമേരിക്കയുടെ താടിനേക്കാൾ ഫലപ്രദമെന്ന് ഈ ഗൾഫ് രാജ്യങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UAE-യും സൗദി അറേബ്യയായിട്ടൊക്കെ നമുക്ക് നല്ല നയതന്ത്ര ബന്ധമാണ്. ഇത് പുതിയൊരു ആയുധ വ്യാപാര ബന്ധത്തിലേക്ക് കൂടി മാറുകയല്ലേ ചെയ്യുക? അല്ലേ, 2 കാരണങ്ങൾ അതിനുണ്ട്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നിർമ്മിക്കുന്നതായിട്ടുള്ള ആയുധങ്ങളുടെ കൃത്യതയും അതുപോലെ തന്നെ അതിൻ്റെ പ്രഹരശേഷിയും. അതോടൊപ്പം തന്നെ അമേരിക്ക അവർക്ക് കൊടുക്കുന്ന ആയുധങ്ങൾക്ക് അമേരിക്ക ഈടാക്കുന്ന വില, അതിനേക്കാൾ വളരെ കുറവ് വിലയെ നമ്മൾ വിൽക്കുന്നതായിട്ടുള്ള ആയുധങ്ങൾക്ക് വരുന്നുള്ളൂ. 2 ഗുണമാണ്. ഒന്ന്, കൃത്യതയുണ്ട്, അതേപോലെ തന്നെ പ്രഹരശേഷിയുണ്ട്, ഒപ്പം വില കുറവുമാണ്. അപ്പോൾ ഇത് മാർക്കറ്റിൽ ഏത് ഉൽപ്പന്നം വിൽക്കുന്ന പോലെ തന്നെയാണ് ഈ ഉൽപ്പന്നത്തെ നമ്മൾ കണക്കാക്കുന്നത്. ഏറ്റവും മെച്ചപ്പെട്ടത് ഏത്, ഏറ്റവും വില കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞ വിലയിൽ, അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ കോസ്റ്റ് മെഷർ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിപ്പോൾ നമ്മൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇറാൻ പുറത്തേക്ക് വിടുന്ന ഡ്രോണുകളൊക്കെ ഒരു 35-40 ലക്ഷമൊക്കെയുള്ള ഡ്രോണുകൾ ചെല്ലുമ്പോൾ
അത് തകർക്കാനായിട്ട് 3-4 കോടിയുള്ളതായിട്ടുള്ള മിസൈലുകൾ അവർക്ക് ഉപയോഗിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. അതെ. അപ്പോൾ അവിടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധം ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയും അതേപോലെ ഇസ്രയേലും വലിയ തരത്തിൽ വിഷമത്തിലാകും എന്നുള്ള കാര്യത്തെ തലക്കില്ല. ഒപ്പം ഗൾഫ് രാഷ്ട്രങ്ങളും അങ്ങനെ ആയിത്തീരാൻ സാധ്യത. ആ ഒരു പ്രതിസന്ധിയോ ഭയപ്പെടുന്ന അവസ്ഥയോ ആണ് ഗൾഫ് രാഷ്ട്രങ്ങളെ ഇപ്പോൾ ഇന്ത്യയെ സമീപിക്കാനായിട്ട് പ്രേരിപ്പിച്ചിരിക്കുന്നത് മനസ്സിലാകും. ഒന്ന്, പൊതുവേ ഈ യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ അമേരിക്കയ്ക്കെതിരായിട്ടുള്ളൊരു വികാരം ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അമേരിക്ക ഒരു നല്ല സുഹൃത്തല്ല എന്നുള്ള തോന്നൽ അവർക്ക് കൃത്യമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നാൽ നമ്മളുമായിട്ടുള്ള ഒരുപാട് കാലമായിട്ടുള്ള ബന്ധങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഇന്ത്യ എപ്പോഴും നല്ല സുഹൃത്തായിരുന്നു, ഇനിയും അതാകും. ആ സൗഹൃദ ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ഇത്തരം ആയുധങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ പണം കുറവ്, കൃത്യതയും അതേപോലെ പ്രഹരശേഷിയും കൂടുതൽ, മാത്രമല്ല ഇന്ത്യ സൗഹൃദമായിട്ട് നിൽക്കുന്ന ഒരു സ്പേസുമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് അവർ അമേരിക്ക ഇക്കാര്യത്തിൽ ഉപേക്ഷിക്കാനായിട്ടുള്ള സാധ്യത. ഈ യുദ്ധത്തിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. നേരത്തെ പലസ്തീൻ അതേപോലെ തന്നെ ഗാസ ഒക്കെ തകർത്ത് തരിപ്പണമാക്കിയ സമയത്ത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും വലിയ മേൽക്കൈ ഉണ്ടായിരുന്നു. ശരി, ഇപ്പോൾ ആ മേൽക്കൈ തകർന്നു പോകാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഈ രണ്ട് കക്ഷികൾ, ഇസ്രായേലും അമേരിക്കയും, അവരുടെ ഈ കൂട്ടുകക്ഷി അക്രമം എന്ന് പറയുന്നത് തെമ്മാടിത്തരമായിട്ട് വിലയിരുത്താനായിട്ട് ഗൾഫ് രാഷ്ട്രങ്ങളിപ്പോൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം അവർക്ക് ഒരു വെറുതെ ഉപദ്രവം ഉണ്ടാവുകയാണ്. അമേരിക്കയുടെ ഈ സൈനിക ബേസ് സ്ഥാപിച്ചു എന്നുള്ള ഒറ്റ കാരണത്തിൻ്റെ പേരിലാണ് അവർക്ക് അവരുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നിരന്തരമായ ആക്രമണത്തിന് അവർ വിധേയമായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്തിന് എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അപ്പോഴാണ് അവരിത് ഒന്ന് മാറ്റിപ്പിടിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള തുടക്കമായിട്ടാണ് ഇന്ത്യയും അവരും തമ്മിലുള്ള ഈ ആയുധ കച്ചവടം ആരംഭിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് നമ്മൾ 15 മുതൽ 19 വരെ ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ആ 19 എണ്ണവും കൃത്യമായിട്ട് ലക്ഷ്യങ്ങളെ തകർത്ത് കഴിഞ്ഞു. അതാണ് ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നൂർഖാൻ എയർബേസ് തകർത്ത്, അതാണ് അവർക്ക് ഏറ്റവും വലിയ അടി. അപ്പോൾ ഇന്ത്യൻ ബ്രഹ്മോസിന് കൃത്യത കൂടുതലായതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ടൊരു പുതിയ കരാറിലേക്ക് വരുന്നു. 500 കോടി രൂപയുടെ നേട്ടം അതുവഴി ഇന്ത്യക്കുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.